അങ്ങനെ ഒരു ദിവസം നമ്മുടെ രേവതി പൂ കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ശ്രുതി തന്റെ ചെറിയച്ഛനായി അഭിനയിക്കാൻ കൊണ്ടുവന്ന ആളുണ്ടല്ലോ ബീരാൻ, അങ്ങേരെ വഴിക്ക് വെച്ച് കാണുകയാണ് നമ്മുടെ രേവതി. ബീരാനെ കാണുന്നതും രേവതി ചിന്തിക്കുന്നുണ്ട് കേട്ടോ, അയ്യോ ഇത് നമ്മുടെ ശ്രുതിയുടെ മലേഷ്യയിലുള്ള ചെറിയച്ഛനല്ലേ, ഇയാളെന്താ ഇവിടെയെന്ന് ചിന്തിച്ചുകൊണ്ട് രേവതി ബീരാന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ബീരാനാണെങ്കിൽ രേവതിയെ കണ്ട് മനസ്സിലാവുന്നതും അപ്പൊ തന്നെ അവിടുന്ന് വെച്ച് പിടിക്കുകയാണ്. വേഗം തന്നെ അവിടെ കണ്ട ഒരു പയ്യന്റെ വണ്ടിയിലോട്ട് കയറി ലിഫ്റ്റ് അടിച്ച് അയാൾ പോകാൻ നോക്കുകയാണ്. രേവതിയാണെങ്കിലും വിടുന്നില്ല. രേവതിയും ബീരാന്റെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ്. പക്ഷെ കുറെ നേരം ഫോളോ ചെയ്ത് ഒരു സമയം എത്തുമ്പോ ബീരാനെ അങ്ങോട്ട് കാണാതാവുന്നു. എന്നിട്ട് രേവതി ചിന്തിക്കുന്നുണ്ട്, അല്ല ഇത് ശ്രുതിയുടെ ചെറിയച്ഛൻ തന്നെയാണല്ലോ, അയാൾ എന്താ എന്നെ കണ്ടതും പെട്ടെന്ന് അങ്ങോട്ട് മുങ്ങിയത്, അതിനുള്ള കാരണം എന്തായിരിക്കും, എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്. അതേസമയം ബീരാനാണെങ്കിൽ രേവതിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെയും പുതിയ ഹോം അപ്ലയൻസസ് ഷോപ്പിലേക്ക് വന്ന് കയറുകയാണ്. എന്നാൽ ആ സമയത്ത് അവിടെ ശ്രുതി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബീരാനെ കാണുന്ന ശ്രുതിയും അതുപോലെ ശ്രുതിയുടെ വേറൊരു കൂട്ടുകാരിയും ചേർന്നിട്ട് ബീരാനെ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിനുള്ളിലേക്ക് ഒളിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും പുറത്തേക്ക് ശബ്ദം ഉണ്ടാക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് ബീരാനോട്. അതേസമയം രേവതിയാണെങ്കിൽ ശ്രുതിയുടെ ചെറിയച്ഛനെ പെട്ടെന്ന് അങ്ങോട്ട് കാണാതായത് അദ്ദേഹം ഏത് വഴിയിലൂടെ പോയതുകൊണ്ടായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ആകെ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ്. സച്ചിയാണെങ്കിൽ ശ്രുതിയുടെയും ഷോപ്പിലേക്ക് തന്റെ കൂട്ടുകാരനുമായിട്ട് ചെല്ലുന്നു. ഈ കൂട്ടുകാരന് ഒരു ഫ്രിഡ്ജ് വേണമെന്നും അപ്പൊ ഫ്രിഡ്ജ് നോക്കാൻ വന്നതാണെന്നും പറയുകയാണ് കേട്ടോ സച്ചി കൂട്ടുകാരനുമായിട്ട് എത്തിയിരിക്കുന്ന കാണുമ്പോൾ തന്നെ ശ്രുതി പുച്ഛത്തോടെ പറയുന്നുണ്ട്, നിന്റെയൊക്കെ കൂട്ടുകാരന്മാർക്ക് ഇത്രയും വലിയ ഷോപ്പിൽ നിന്ന് ഫ്രിഡ്ജ് എടുക്കാനുള്ള പൈസയൊക്കെ കയ്യിലുണ്ടോ എന്ന്. അപ്പൊ സച്ചി പറയും, റൊക്കം പൈസയായിട്ട് തന്നെയാടാ ഞങ്ങള് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടുത്തെ ഫ്രിഡ്ജൊക്കെ ഒന്ന് കാണിക്കാൻ പറയുകയാണ് കേട്ടോ സച്ചി. അങ്ങനെ അവിടുത്തെ ഫ്രിഡ്ജുകളെല്ലാം ഓരോന്നോരോന്നായി നോക്കി വരുമ്പോ ബീരാൻ ഒളിച്ചിരിക്കുന്ന അതേ ഫ്രിഡ്ജ് തന്നെ സച്ചിയുടെ കൂട്ടുകാരന് ഇഷ്ടപ്പെടുകയാണ്. എന്നിട്ട് അയാൾ സച്ചിയോട് പറയുന്നുണ്ട്, ഈ ഫ്രിഡ്ജ് എനിക്ക് ഇഷ്ടമായെന്നും ഇത് ഞാൻ തന്നെ എടുത്തോളാമെന്നും. ഇത് കേൾക്കുന്നതും ശ്രുതിയും കൂട്ടുകാരിയും നിന്നങ്ങ് ഞെട്ടുവാണ്. പണി പാളിയെന്ന് ചിന്തിച്ച് ശ്രുതി വേഗം അങ്ങോട്ട് ചെന്ന് പറയാണ്, അയ്യോ ഈ ഫ്രിഡ്ജൊന്നും എടുക്കാൻ പറ്റില്ല, ഇതേ എന്റെ കൂട്ടുകാരി ഓൾറെഡി ബുക്ക് ചെയ്തതാ, ഈ ഫ്രിഡ്ജ് അവൾക്ക് വേണോന്ന് പറഞ്ഞു. എന്തായാലും ശ്രുതിയുടെ ആ നമ്പർ ഏറ്റു. ശ്രുതി അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഫ്രിഡ്ജ് വാങ്ങണ്ടാന്ന് തീരുമാനിക്കുകയാണ് സച്ചിയുടെ ഫ്രണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, ഓ നിന്റെ ഒരു ഫ്രിഡ്ജ്, നിന്റെ കടയിലെ ഫ്രിഡ്ജേ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ വേറെ സ്ഥലത്തുനിന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞ് കൂട്ടുകാരനെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. സച്ചി പോയി കഴിയുന്നതും ഇനിയും ഇയാളെ ഇവിടെ നിർത്തിയാൽ അപകടമാണെന്ന് മനസ്സിലാക്കുന്നത് ശ്രുതി ബീരാനെ വേഗം ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി പുറത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. എന്നാൽ രേവതി തന്നെ കണ്ടെന്നുള്ള കാര്യം ബീരാൻ ശ്രുതിയെ അറിയിക്കുന്നതോടുകൂടി ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. മിക്കവാറും രേവതി ഈ കാര്യം വീട്ടിൽ ചെന്ന് പറയും. വീട്ടിൽ ചെന്ന് അവൾ പറയുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ. ശേഷം വേഗം വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് രേവതി സച്ചിയുടെ അടുക്കൽ എത്തിയിട്ട് സച്ചിയോടായിട്ട് പറയാണ്, ഞാൻ ഇന്ന് പൂവ് കൊടുക്കാൻ പോകുന്ന സമയത്ത് ശ്രുതിയുടെ ചെറിയച്ഛനെ കണ്ടു, അയാളെ തന്നെയാണ് ഞാൻ കണ്ടത്, അതിലൊരു സംശയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെറിയച്ഛന്റെ അടുത്തേക്ക് പോയതും ചെറിയച്ഛൻ എന്നെ കണ്ട് ഒഴിഞ്ഞു മാറാൻ നോക്കി. പിന്നാലെ ഞാൻ ഫോളോ ചെയ്ത് പോയെങ്കിലും ചെറിയച്ഛൻ പെട്ടെന്ന് ഒരാളുടെ വണ്ടിയിൽ ലിഫ്റ്റ് ചോദിച്ച് പോവുകയാണ് ഉണ്ടായത്. കുറേയൊക്കെ ഞാൻ ഫോളോ ചെയ്ത് പോയെങ്കിലും ഒരു സമയത്ത് എനിക്ക് അയാളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. എന്നാലും എന്തിനായിരിക്കും എന്നെ കണ്ടു കഴിഞ്ഞപ്പോ അയാൾ ഇങ്ങനെ പോയത്? മലേഷ്യയിലായിരുന്ന ചെറിയച്ഛൻ എങ്ങനെയാ പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വന്നത്? മൊത്തത്തിൽ എനിക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ എന്നൊക്കെ സച്ചിയോട് ഇങ്ങനെ രേവതി പറയുന്ന സമയത്ത് സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ കണ്ടത് ആ ചെറിയച്ഛനെ തന്നെയാണോ എന്ന്. അതേന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ രേവതി. സച്ചിക്കും അത് വിശ്വാസമാവുകയാണ്. കാരണം രേവതി അങ്ങനെ ഒരു കാര്യവും പെട്ടെന്ന് മറക്കുന്ന ആളല്ല. ഒരിക്കൽ കണ്ട ആളുടെ മുഖം രണ്ടാമത് കണ്ടാൽ രേവതിക്ക് പ്രത്യേകം തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചെറിയച്ഛനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് സത്യമാകാൻ തന്നെ വഴിയുള്ളൂ. എന്തായാലും രേവതിയും സച്ചിയും തമ്മിൽ സംസാരിക്കുന്നതെല്ലാം ശ്രുതി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. ശ്രുതി അതേസമയം വിചാരിക്കുന്നുണ്ട്, ദൈവമേ എന്തെങ്കിലും പണി ഒപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് എന്നെ കയ്യോടെ പിടികൂടും. വേഗം തന്നെ ഫോണും എടുത്ത് ബീരാനെ അങ്ങോട്ട് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അതെ നിങ്ങൾ മലേഷ്യയിൽ നിന്നാണ് വിളിക്കുന്നതെന്നുള്ള നിലയ്ക്ക് എന്നെ കോൾ ചെയ്യണം, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. അങ്ങനെ പറഞ്ഞേൽപ്പിക്കുകയാണ് കേട്ടോ ബീരാനോട്. ബീരാനാണെങ്കിൽ ശ്രുതി പറഞ്ഞതനുസരിച്ച് ശ്രുതി സെറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ശ്രുതിയെ വീണ്ടും വിളിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ബീരാന്റെ കോള് വരുന്നതും ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട്, അമ്മേ ഇത് കണ്ടോ, എന്റെ മലേഷ്യയിലുള്ള ചെറിയച്ഛൻ എന്നെ വിളിക്കുന്നു. ഇത് കേട്ട് സച്ചിയും രേവതിയാണെങ്കിലും പരസ്പരം അന്തം വിട്ട് നോക്കുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, പെട്ടെന്ന് ഇതുപോലെ ശ്രുതിയുടെ ചെറിയച്ഛനെ വിളിക്കണമെന്നുണ്ടെങ്കിലേ അതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ട്, എനിക്ക് ഉറപ്പാണ്.
അതൊരിക്കലും മലേഷ്യയിൽ നിന്നായിരിക്കില്ല. ഇത് മറ്റെന്തോ തരികിട പരിപാടിയാവാനേ ചാൻസ് ഉള്ളൂ. ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയുടെ ചെറിയച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വേഗം അങ്ങോട്ട് ഓടി വരികയാണ് ശ്രുതിയുടെ അടുത്തേക്ക്. എന്നിട്ട് വീഡിയോ കോളിലൂടെ ചോദിക്കുകയാണ്, എത്ര കാലമായി ഫോണൊക്കെ ചെയ്തിട്ട്? അന്ന് വന്നു പോയതിനു ശേഷമേ ഇതുവരെ ഫോൺ ചെയ്തില്ലല്ലോ. പിന്നെ ശ്രുതിയുടെ ചെറിയച്ഛ, ശ്രുതിയുടെ അച്ഛൻ അവിടെ ജയിലില് സുഖം തന്നെയല്ലേ? എന്നാ ശ്രുതിയുടെ അച്ഛൻ ജയിലിന് പുറത്തു വരിക? ബീരാനാണെങ്കിൽ തപ്പലോടെ മറുപടി കൊടുക്കുന്നുണ്ട്, അത് പിന്നെ ശ്രുതിയുടെ അച്ഛൻ താമസിയാതെ തന്നെ പുറത്തേക്ക് വരും. അല്ല പിന്നെ ശ്രുതിയുടെ അച്ഛൻ അയച്ച പൈസ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോ, ഓ അതൊക്കെ കിട്ടി, അതുകൊണ്ടാണല്ലോ മോനൊരു ഷോപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ബീരാന അപ്പൊ പറയുന്നുണ്ട്, ആ അപ്പൊ പിന്നെ ഇനിയും കുറച്ച് പൈസ കൂടെ ശ്രുതിയുടെ അച്ഛനോട് ഇടാൻ ഞാൻ പറഞ്ഞേക്കാം. അത് കേൾക്കുന്നത് ചന്ദ്രയാണെങ്കിൽ ആകെ ഫ്ലാറ്റ് ആവുകയാണ്. അതേസമയം ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ പൈസ മലേഷ്യയിൽ നിന്ന് തന്റെ അച്ഛൻ അയച്ചതാണെന്നാണല്ലോ ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നത്. സത്യത്തില് ശ്രുതിയെ ആദ്യം ചയച്ചിട്ട് പോയ നീലിമയുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാര തുക മേടിച്ച് അത് വെച്ചിട്ടാണ് ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ വീട്ടുകാർ ആ സത്യം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതിയുടെ അച്ഛൻ അയച്ചു തന്ന പൈസ കൊണ്ടാണ് ഷോപ്പ് തുടങ്ങിയിരിക്കുന്നതെന്ന് വരുത്തി തീർത്തിരിക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ബീരാൻ എങ്ങനെ അറിഞ്ഞുവെന്ന് സംശയം തോന്നുകയാണ് കേട്ടോ ശ്രുതിക്ക്. അങ്ങനെ എന്തായാലും കോളെല്ലാം കട്ട് ചെയ്തതിനു ശേഷം ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആരും കാണാതെ ശ്രുതിയോട് ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും കാലത്തിനിടയ്ക്ക് നിന്റെ മലേഷ്യയിലെ ചെറിയച്ഛൻ ഇതുവരെ നിന്നെ വിളിച്ചിട്ടില്ലല്ലോ, ഇതിപ്പോ പെട്ടെന്ന് എന്താ അയാള് വിളിക്കാൻ കാരണം? ശ്രുതിയപ്പോ ശ്രുതിയോട് ചോദിക്കും, നീ എന്താ ശ്രുതി അങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നിനക്ക് എന്നെ വല്ല സംശയമുണ്ടോ? ശ്രുതി പറയും, നിന്നെ സംശയിച്ചിട്ടൊന്നുമല്ല, പക്ഷെ നിന്റെ മലേഷ്യയിലെ ചെറിയച്ഛൻ ഇനിയും പൈസ തരാം, പൈസ കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുകയുണ്ടായല്ലോ. സത്യത്തില് നിന്റെ അച്ഛൻ തന്നതാണെന്ന് പറഞ്ഞിരിക്കുന്ന പൈസ നിന്റെ അച്ഛൻ തന്നതൊന്നും അല്ലല്ലോ, നമ്മളിവിടെ എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞുണ്ടാക്കിയതല്ലേ. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം നിന്റെ മലേഷ്യയിലെ ചെറിയച്ഛൻ എങ്ങനെ അറിയാം? ഇത് കേൾക്കുന്നതും ശ്രുതി ആകെ ഞെട്ടുന്നുണ്ട്. എങ്കിലും തപ്പിപ്പിടിച്ച് പറയുന്നുണ്ട്, അത് പിന്നെ അമ്മയ്ക്കും അച്ഛനും ഡൗട്ടൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെയാണ് ചെറിയച്ഛനോട് അങ്ങനെ പറയാൻ പറഞ്ഞത്. ശ്രുതിക്ക് അത് കേട്ട് ആശ്വാസമാകുന്നു. ഓ അങ്ങനെയായിരുന്നല്ലേ. തുടർന്ന് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ചെറിയച്ഛൻ പറഞ്ഞായിരുന്നല്ലോ അധികം വൈകാതെ നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുമെന്ന്. അങ്ങനെയാണെങ്കിൽ എന്റെ ബിസിനസിനെ ഇനിയും നിന്റെ അച്ഛൻ സഹായിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോ ശ്രുതി ഉറപ്പ് കൊടുത്തുകൊണ്ട് പറയാണ്, തീർച്ചയായിട്ടും അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാലേ ആ സ്വത്ത് മുഴുവൻ എനിക്കല്ലേ പിന്നെ ഉള്ളത്, തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും എന്നെല്ലാം പറഞ്ഞ് ശ്രുതിയെ സന്തോഷിപ്പിക്കുന്നുണ്ട് ശ്രുതി. ശേഷം വേഗം മീരയെ വിളിച്ചിട്ട് ശ്രുതിക്ക് എന്തോ ഒരു ചെറിയ സംശയം ഉണ്ടായെന്നും ഞാൻ തലനാരഴക്കാണ് രക്ഷപ്പെട്ടതെന്നും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. രേവതിക്കാണെങ്കിലും പിന്നീട് തോന്നിപ്പോവുകയാണ്, ഞാനിവിടെ കണ്ടത് ശ്രുതിയുടെ ചെറിയച്ഛനെ ആയിരിക്കില്ലെന്നും മലേഷ്യയിലിരിക്കുന്ന ചെറിയച്ഛനെ ഞാൻ എങ്ങനെയാണ് ഇവിടെ കാണുന്നതെന്നും എനിക്ക് തെറ്റ് പറ്റിയത് തന്നെ ആയിരിക്കുള്ളൂ എന്നെല്ലാം സച്ചിയോട് ഇങ്ങനെ പറയുമ്പോ സച്ചി പറയുന്നുണ്ട്, രേവതി നീ അത് പറഞ്ഞപ്പോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇനി നീ കണ്ടതിന്റെ മിസ്റ്റേക്ക് ആണോ എന്ന്. പക്ഷെ സത്യം പറയാലോ, നീ അത് പറഞ്ഞ ഉടനെ തന്നെ ശ്രുതിക്ക് ആ ചെറിയച്ഛന്റെ കോള് കിട്ടണമെങ്കിൽ, ശ്രുതി അത് എല്ലാവരുടെയും മുമ്പിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, അയാൾ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല പൗഡറേട്ടത്തി പറയുന്ന പോലെ മലേഷ്യയിൽ നിന്ന് വന്ന ആളാണെന്നും ശ്രുതി ഒരു മലേഷ്യക്കാരന്റെ മോളാണെന്നും. അവള് വലിയൊരു ഫ്രോഡാ. എനിക്ക് ഉറപ്പാ ചെറിയച്ഛനെന്നും പറഞ്ഞ് ഒരാളെ വേഷം കെട്ടിച്ചുകൊണ്ട് വന്നതാ. അയാൾ ഇവിടെ നാട്ടിലുള്ള ആള് തന്നെയായിരിക്കും. എന്തായാലും ഞാനിത് കണ്ടുപിടിക്കാൻ പോവുക. കണ്ടുപിടിച്ചല്ലേ മതിയാവൂ. രേവതിയാണെങ്കിൽ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, പക്ഷെ സച്ചിയേട്ടാ അദ്ദേഹം വിളിച്ചു കഴിഞ്ഞപ്പോ സച്ചിയേട്ടന് മനസ്സിലായില്ലേ നാട്ടിലുള്ള ആളാണെങ്കിൽ എങ്ങനെയാ മലേഷ്യയിൽ നിന്ന് വിളിക്കുന്ന പോലെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരുന്നത്? സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, രേവതി അതിനൊക്കെ ഇപ്പൊ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് എഡിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്, അതെങ്ങാനും ഉപയോഗിച്ച് വിളിച്ചതേ ആയിരിക്കുള്ളൂ. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ഞാൻ കയ്യോടെ കണ്ടുപിടിക്കുന്നുണ്ട്. ഈ ചെറിയച്ഛൻ എന്ന് പറയുന്ന അവനെ ഞാൻ കയ്യോടെ പിടികൂടും. അവന്റെ ഫോട്ടോ ഞാൻ ഇപ്പൊ തന്നെ എന്റെ കൂട്ടുകാരുടെ ഗ്രൂപ്പിലേക്കൊക്കെ അയച്ചു കൊടുക്കാൻ പോവുക. അവരും വേറെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് എന്തായാലും ഒരു തുമ്പെങ്കിലും കിട്ടാതിരിക്കില്ല. ശ്രുതിയുടെ കള്ളക്കളികളെല്ലാം നമുക്ക് പൊളിച്ചടക്കാനും പറ്റുമെന്ന് കണക്ക് കൂട്ടുകയാണ് സച്ചി. ഇനിയിപ്പോ ഇതിന്റെ പിന്നാലെ ഒന്നും നടക്കട്ടെന്നും ഞാൻ കണ്ടതിന്റെ മിസ്റ്റേക്ക് തന്നെ ആയിരിക്കുള്ളൂ എന്നും രേവതി സച്ചിയോട് പറയുന്നുണ്ടെങ്കിലും സച്ചി പിന്നെയും പറയുന്നുണ്ട് കണ്ടതിന്റെ മിസ്റ്റേക്ക് ആവാൻ ചാൻസ് ഇല്ലെന്നും അത് അയാൾ തന്നെ ആയിരിക്കുമെന്നും ഉറപ്പിക്കുകയാണ് സച്ചി. അതിനുശേഷം വർഷ ഹോളിൽ ഇരുന്നു കൊണ്ട് ശ്രീകാന്തിനോട് എടാ പോടാ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. ഇത് കാണുന്ന ചന്ദ്രമതിക്ക് ദേഷ്യം വരികയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഭർത്താവിനെ എടാ പോടാ എന്നൊക്കെ അങ്ങനെ വിളിക്കാമോ മോളെ? വർഷ ചോദിക്കുന്നുണ്ട്, അതിനിപ്പോ എന്താ ആന്റി, ഭാര്യയും ഭർത്താവ് എന്ന് പറയുന്നത് ഈക്വൽ അല്ലേ? അവർക്കിടയിൽ സ്നേഹമാണ് വേണ്ടത്, എന്ത് വിളിക്കുന്നു എന്നുള്ളതിലല്ലല്ലോ കാര്യം. ഇത് കേൾക്കുമ്പോഴും ചന്ദ്ര വീണ്ടും പറയും, അതൊക്കെ ശരിയാണ് മോളെ, പക്ഷേ ഒരു നാട്ടുനടപ്പ് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. നിങ്ങളുടെ റൂമിൽ വെച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും പരസ്പരം വിളിച്ചോ, പുറത്തേക്ക് ഇറങ്ങുമ്പോഴെങ്കിലും ഇത്തിരി മര്യാദയോടുകൂടി മോൾക്ക് അവനെ ചേട്ടാ എന്നോ ഒക്കെ വിളിച്ചൂടെ
എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയും, എന്തിനാ ആന്റി അങ്ങനെ രണ്ടായിട്ടൊക്കെ അഭിനയിക്കുന്നത്? മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങള് ഭാര്യയും ഭർത്താവും ഒരുപോലെ തന്നെയല്ലേ? അത് അകത്തായാലും പുറത്തായാലും ഒന്നായിട്ട് തന്നെ ഇരുന്നാ പോരെ എന്ന് ചോദിക്കുകയാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. രവീന്ദ്രനാണെങ്കിലും ചന്ദ്രയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, നീ എന്തിനാ ചന്ദ്ര ആ പിള്ളേരുടെ പുറകെ നടക്കുന്നത്? അവർക്ക് ഇഷ്ടമുള്ളത് പരസ്പരം വിളിക്കട്ടെ, അതിലെ നീ ഇടപെടുകയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ചന്ദ്രമതിയുടെ വായ അടപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ രവീന്ദ്രനും.